അറ്റാക്ക് ഓൺ ടൈറ്റൻ, ആൻ ആനിമെ വിച്ച് ട്വിസ്റ്റ് എവരിത്തിങ്. എന്നെ അനിമെ വേൾഡിലേക്ക് എത്തിച്ചത് അറ്റാക്ക് ഓൺ ടൈറ്റനാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന അനിമയും അറ്റാക്ക് ഓൺ ടൈറ്റൻ തന്നെയാണ്. റീലോഡ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഒരു സജഷനിലൂടെയാണ് ഞാൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ കേൾക്കുന്നത്. സോ എന്താണ് ഇത്ര ഹൈപ്പ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആനിമെ അറ്റാക്ക് ഓൺ ടൈറ്റൻ തന്നെയാണ്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു, സെക്കൻഡ് കണ്ടു, പിന്നെ മൊത്തം ബിഞ്ച് വാച്ച് ചെയ്തു. സീസൺ 4 കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണാൻ തുടങ്ങിയത്. സോ ആ ഒരു സീസണുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്പോയിലർ പോയി നോക്കിയിട്ടുണ്ടാവും. കാരണം എനിക്ക് അത്ര ക്ഷമയില്ലാത്ത ഒരാളാണ്. സ്പോയിലർ ഒന്നും ഇല്ലാതെ അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു വിഷമമാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വിഷമത്തോടു കൂടിയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് ട്രൂലി എ മാസ്റ്റർ പീസ് എന്നാണ്. ഇത് നമുക്ക് പുറമേ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാടായിട്ടുള്ള കാര്യമാണ്. കാരണം അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ വൺലൈൻ നമ്മളൊരു സ്പോയിലറൊന്നും ഇല്ലാതെ പറയുമ്പോൾ ഓക്കെ ഇറ്റ്സ് ജസ്റ്റ് എ മോൺസ്റ്റർ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ എന്താ പറയുക, ഒരു മോൺസ്റ്ററുകളാൽ ചുറ്റപ്പെട്ട ഹ്യൂമൻസ് എങ്ങനെ സർവൈവ് ചെയ്യും, നമ്മൾ സ്ഥിരം കേട്ട സ്റ്റോറി അല്ലേ ചോദിക്കും. പക്ഷേ ഇത് കാണുമ്പോഴാണ് അറിയുക വൈ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എന്നുള്ളത്. I gotta tell you, it was perfect. Perfect. Everything, down to the last minute details. സോ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്തുകൊണ്ട് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഒരുപാട് കാരണമുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറച്ച് 2-3 ഫാക്ടേഴ്സ് മാത്രമാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ പോയിൻ്റാണ് സ്റ്റോറി. ലോകത്ത് തന്നെയുള്ള ഒരുപാട് സിനിമ സീരീസുകളിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ഫൈനസ്റ്റ് സ്റ്റോറി അറ്റാക്ക് ഓൺ ടൈറ്റൻ ഉണ്ട്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ആ ഒരു മിസ്റ്ററി മെല്ലെ മെല്ലെ റിവീൽ ചെയ്യുന്നത് തൊട്ട് അവസാന എപ്പിസോഡ് കഴിയുമ്പോൾ ഇറ്റ്സ് ട്രൂലി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മാസ്റ്റർ പീസ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. ഈ സ്റ്റോറി മാത്രം മതി അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണാൻ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിക്ക് വേണ്ടി മാത്രം നമുക്കിത് കാണാൻ പറ്റും. പക്ഷേ ജസ്റ്റ് സ്റ്റോറി മാത്രമല്ല, അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അത് കണക്റ്റ്, ആ ഒരു തുടക്കത്തിൽ കാണിക്കുന്നത് അവസാനത്തെ എപ്പിസോഡിൽ അതിന് പിന്നിലൊരു ഫോർ ഷാഡോ ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ല്, അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ബിൽഡിങ്. അതായത് അറ്റ് എ ടൈം ഇവിടെ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റർ സീസൺസിൽ അറിയുമ്പോൾ നമ്മളങ്ങനെ തരിച്ചു പോകും. സോ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ, ഈ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ നമുക്ക് അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണാൻ പറ്റും. ഞാൻ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റോറി കണ്ടിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ജോണർ, ഈ ഒരു സ്റ്റോറി കടന്നു പോകാത്ത ജോണറില്ല. എനിക്കൊരു മിനി ലോസ്റ്റ് ആയിട്ടൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ, ഒരു ഫിക്ഷൻ ടൈപ്പിൽ തുടങ്ങി മിസ്റ്ററി വന്നു, ഹൊറർ വന്നു, സയൻസ് ഫിക്ഷൻ, ആക്ഷൻ തുടങ്ങി എല്ലാം ഇതിൽ വന്നു പോകുന്നുണ്ട്. ഒരു ജോണർ ബ്ലെൻഡിങ് എന്നൊക്കെ നമ്മൾ പറയണ പോലെ ആയി പോകാറുണ്ട്. സോ ഈ ഒരു സ്റ്റോറി തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റനെ സ്റ്റാൻഡ് ഔട്ടാക്കി നിർത്തുന്ന കാര്യങ്ങളിലൊന്ന്. അടുത്ത പോയിൻ്റ് ക്യാരക്ടേഴ്സ്. നല്ലൊരു സ്റ്റോറി മാത്രം പോരാ, നമ്മൾ ആ ഒരു സ്റ്റോറി കണ്ട് തീർത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കണമെങ്കിൽ മെമ്മറബിളായിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം. അറ്റാക്ക് ഓൺ ടൈറ്റനിൽ അത് ഒരുപാടുണ്ട്. എറൻ, മിക്കാസ, ആർമിൻ, എർവിൻ, ഹാൻജി, ഗ്രിഷ, കാർല, സീക്ക്, കെന്നി, റെയ്നർ, ബെർട്ടോൾഡ്, ആനി, പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ്. പിന്നെ നമ്മുടെ ഷോ സ്റ്റീലർ, ക്യാപ്റ്റൻ ലീവൈ തുടങ്ങി ഒരുപാടധികം ക്യാരക്ടേഴ്സ് കൊണ്ടും സമ്പന്നമാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. നമ്മുടെ ഒരു ഗെയിം ഓഫ് ത്രോൺസ് പോലെ തന്നെയാണ്. ആ ഒരു വേൾഡ് ബിൽഡിങ്ങിനോടൊപ്പം ക്യാരക്ടർ, ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സിനെ വെച്ച് കഥ പറയുക, അത് അറ്റാക്ക് ഓൺ ടൈറ്റനിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ എറൻ, മിക്കാസ എന്ന് പറയുന്ന 2 ക്യാരക്ടറിനെ നിങ്ങൾ സീരീസ് കഴിഞ്ഞാലും മറക്കില്ല. അതുപോലെ തന്നെ പറയുമ്പോൾ എറൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഇതിൽ പ്രോട്ടഗണിസ്റ്റ്, ഹീ ഈസ് എ റൈറ്റിംഗ് മാസ്റ്റർ ക്ലാസ്. ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനുള്ളിലുള്ള കോംപ്ലക്സിറ്റി, ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്ന വിധം, ഇറ്റ്സ് ട്രൂലി ബിയോണ്ട് മാസ്റ്റർ ക്ലാസ്. ഇസയാമ
എങ്ങനെയാണ് അത് എഴുതുക എന്ന് തന്നെ എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. ബിക്കോസ് ആ ഒരു ക്യാരക്ടർ നമ്മൾ 4th സീസണിലേക്ക് എത്തുമ്പോൾ ആ ഒരു വേൾഡിൽ അദ്ദേഹം പെർഫെക്റ്റ്ലി ഫിറ്റായിരിക്കും. ആ ഒരു ക്യാരക്ടർ എടുക്കുന്ന ഓരോ ചോയ്സസിനും പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കും. പലരും ഈ ക്യാരക്ടറിനെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഈ എറൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാത്രം വെച്ച് നമുക്കൊരു 30 മിനിറ്റ് വീഡിയോ എടുക്കാൻ ചെയ്യാൻ പറ്റും. അവൻ ലോകത്തിനെ രക്ഷിക്കണമെന്ന് അവൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അവന് മനുഷ്യരെ കൊല്ലുന്നതിൽ വിഷമമുണ്ട്. അവൻ്റെ അച്ഛൻ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വിഷമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഹീസ് ജസ്റ്റ് ബേസിക്കലി കെയർസ് അബൌട്ട് ഹിംസെൽഫ്. അവൻ ടൈറ്റൻസിനെതിരെ റിവെഞ്ച് ചെയ്യാൻ പോകുന്നത് അവൻ്റെ അമ്മയെ കൊന്നുകൊണ്ടാണ്. അവനൊരു ഹ്യൂമാനിറ്റിക്ക് തന്നെ ഡേഞ്ചറായി മാറുന്നത് അവൻ്റെ ഒരു 5-6 കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ ജീവിതത്തിൽ ആകെ ആഗ്രഹിച്ച ഒരു 2-3 കാര്യങ്ങളിലൊന്ന് ഫ്രീഡം, ഫ്രണ്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, തൻ്റെ മദറിനെ കൊന്ന ടൈറ്റൻസിനെ അവെഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ആ ക്യാരക്ടർ ആ ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം അത് സ്പോയിലറായി പോവും. സോ എറൻ മാത്രമല്ല ഇതിൽ ഗ്രിഷ, റെയ്നർ, സീക്ക്. എന്തുകൊണ്ട് ഈ 3 പേര് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഇവരൊരു വില്ലനസ് ഒരു വില്ലൻ ഷെയ്ഡിൽ നമ്മൾ കണ്ടിട്ട് പിന്നീടൊരു പോയിന്റിൽ സ്റ്റോറി റിവീലാകുമ്പോൾ ഇവർ കടന്നുപോയ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദേ ആർ നോട്ട് വില്ലൻസ്. അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ബ്യൂട്ടി തന്നെ അതാണ്. ഇതിൽ വില്ലൻസ് ഇല്ല. എല്ലാ ക്യാരക്ടറും സർവൈവലിന് വേണ്ടിയിട്ടാണ് അവർ ഓരോരുത്തരുടെ കഥകളിൽ വില്ലനായി മാറുന്നത്. ഇപ്പോൾ റെയ്നർ എറൻ്റെ കഥയിലൊരു വില്ലനാണെങ്കിൽ കൂടി അവൻ വേറൊരു ജനങ്ങൾക്ക് ഹീറോ ആണ്. സോ അത് ഇസയാമ ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്തു എന്നുള്ളത് അറ്റാക്ക് ഓൺ ടൈറ്റനെ എല്ലാ കാലവും സെലിബ്രേറ്റ് ചെയ്യുന്ന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് അവരെടുക്കുന്ന പല ഡിസിഷൻസും. അവരെടുക്കുന്ന ഡിസിഷൻസ് പലതും തെറ്റായിരിക്കാം. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇമോഷണൽ കണക്റ്റ് നമുക്ക് കിട്ടുന്നത്. അവർ കരയുമ്പോൾ നമ്മളും കരയും, അവർ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കും. ചില ക്യാരക്ടർ ഡെത്തിനൊക്കെ നമ്മൾ വല്ലാതായിപ്പോവും. സോ ഈ ഫ്ലോഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഗ്രേ ഷെയ്ഡിലുള്ള അവരുടെ ഒരു സ്വഭാവങ്ങളും ഇത് തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ബ്യൂട്ടി ആയിട്ട് മാറുന്നത്. അടുത്തത് ആക്ഷൻ. ട്വിസ്റ്റ് കണ്ട് കിളിപോയ നമ്മൾക്ക് കണ്ണ് തള്ളുന്ന ആക്ഷൻ സീക്വൻസാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ സമ്മാനിക്കുന്നത്. ഓരോ ആക്ഷൻ സീക്വൻസ് അനിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ബിയോണ്ട് പെർഫെക്റ്റാണ്. അതിപ്പോൾ ലീവയുടെ കുറേ ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, അവർ ഓഡിയം ഗിയർ ആ ഒരു ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ. സീസൺ 4 എല്ലാ എപ്പിസോഡിലും ഏകദേശം ഓരോ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് മാപ്പേ ആയിക്കോട്ടെ, വിച്ച് സ്റ്റുഡിയോ ആയിക്കോട്ടെ, ദേ ജസ്റ്റ് ജസ്റ്റിഫൈ ദാറ്റ് മാങ്ക. അല്ലെങ്കിൽ അവർ ദേ മെയ്ഡ് ബിയോണ്ട് മാസ്റ്റർ പീസ്. ഇതിൽ ഫൈറ്റ് സീക്വൻസുകൾ എന്തുകൊണ്ട് ഇത്ര ഇതാവുമെന്ന് ചോദിച്ചാൽ ആനിമേഷൻ കൊണ്ട് മാത്രമല്ല, ബിക്കോസ് ഓഫ് ദ റൈറ്റിംഗ്. ഇപ്പോൾ ബീസ്റ്റ് ടൈറ്റനും ലീവയും തമ്മിലുള്ള ഒരു ഫൈറ്റിന് എത്രത്തോളം റൈറ്റിങ്ങും ബിൽഡപ്പും ആണെന്ന് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു എർവിൻ്റെ സാക്രിഫൈസ് തൊട്ട് എർവിൻ്റെ സ്പീച്ച്, അത്രയും കാര്യങ്ങൾ ആ ലീവൈ ബീസ്റ്റ് ടൈറ്റൻ്റെ മൊമെൻറ്റിലേക്ക് ബിൽഡ് ചെയ്ത് പോയിട്ട് ആ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും രോമാഞ്ചം വരും. സോ ആദ്യത്തെ 3 സീസണിൽ തന്നെ ഏകദേശം കണ്ണ് തള്ളുന്ന ആക്ഷൻ സീക്വൻസ് ഉണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഒരു കോസും എഫക്റ്റും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ഇത്രത്തോളം ഭംഗിയാവുന്നത്, അനിമേഷൻ കൊണ്ട് മാത്രമല്ല. സോ അറ്റാക്ക് ഓൺ ടൈറ്റനെ വേറൊരു ലെവലാക്കുന്ന മറ്റൊരു കാര്യം ആക്ഷൻ തന്നെയാണ്. മെസ്സേജ് ഓഫ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. അറ്റാക്ക് ഓൺ ടൈറ്റൻ മുഴുവനായി കണ്ടു തീർത്തവർക്ക് ഈ പോയിൻ്റ് ഒന്നും കൂടി കണക്റ്റ് ആവുള്ളൂ. അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ ഹ്യൂമാനിറ്റിയും രക്ഷിക്കാൻ പോകുന്ന ആ ഒരു ടൈപ്പ് ആനിമയല്ല. ഇറ്റ്സ് ജസ്റ്റ് എ പേഴ്സ്പെക്റ്റീവ്. ജനിച്ചപ്പോൾ തൊട്ട് ഒരു ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന, ഔട്ട്സൈഡ് ദ വാൾസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഫ്രീഡം എന്താണെന്ന് വേണ്ടി അറിയാൻ ആഗ്രഹിക്കുന്ന, കിൽഡ് ഓർ ടു ബി കിൽഡ് എന്ന് പറയുന്നൊരു വേൾഡിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുത്തൻ്റെ പേഴ്സ്പെക്റ്റീവാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. അവൻ ഫസ്റ്റ് പോയിൻ്റ് തൊട്ട് അവൻ ഈ ലോകത്തിൽ എല്ലാവരെയും രക്ഷിക്കുന്നുള്ളതല്ല, അവൻ്റെ അമ്മയെ കൊന്ന ടൈറ്റൻസിനെ അവൻ ഇല്ലാതാക്കണം. അങ്ങനെ ഒരു ആളാണ് എറൻ യേഗർ. ആ എറൻ യേഗർ
അവൻ്റെ കൂട്ടുകാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവൻ 80% ഹ്യൂമാനിറ്റിയെ ഇല്ലാതാക്കിയത്. അതും അവന് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ എല്ലാവരെയും കൊല്ലുന്നത് വിഷമം തന്നെയാണെങ്കിലും അവന് വേറൊരു വഴിയില്ല. AOT വേൾഡിൻ്റെ ഒരു ജീവിക്കണമെങ്കിലുള്ള രീതി തന്നെയാണ് അവനവിടെ ചെയ്തത്. അവൻ ആരാവണ്ടെന്ന് ആഗ്രഹിക്കുന്നോ ഒരു പോയിന്റിൽ അവൻ അതന്നെ ആവുകയാണ്. തനിക്ക് ഉണ്ടായത് എന്താണോ അതുതന്നെയാണ് അവൻ 4th സീസണിൽ മാർലയിൽ പോയി ചെയ്യുന്നത്. റെയ്നറിനെ അവൻ എത്രത്തോളം വെറുത്തുവോ അതേ പോയിന്റ് ഓഫ് വ്യൂവിൽ അവൻ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ മാർലയിൽ പോകുമ്പോൾ റെയ്നറിൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ രണ്ടാളും ഒന്നാണ് എന്നുള്ളത്. പിന്നെ അവൻ ആ ഒരു 80% ഹ്യൂമാനിറ്റി ഇല്ലാതാക്കി ടൈറ്റൻസ് എറേനെ മൊത്തം ഇല്ലാതാക്കുമ്പോൾ അവൻ എല്ലാ കാലത്തും പീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അവൻ ചെയ്യുന്നത്. അവനറിയാം ഹ്യൂമാനിറ്റി ടൈറ്റൻസ് വഴി അല്ലെങ്കിൽ വേറൊരു വഴി ഈ വാർ തുടങ്ങുന്നുള്ളത്. അത് നമ്മൾ സീരീസിൻ്റെ അവസാനം കാണുന്നുമുണ്ട്. സോ ഈ ഹേറ്റ്രഡ് സൈക്കിൾ ഒരിക്കലും നിർത്തില്ല. ഹ്യൂമാനിറ്റി തന്നെ അതിനൊരു വഴി കണ്ടുപിടിക്കും. ഈ അറ്റാക്ക് ഓൺ ടൈറ്റനിൽ ഈ കാര്യമൊക്കെ വളരെ സട്ടിലായിട്ടാണ് പറഞ്ഞതെന്നുള്ളതും പലർക്കും അതുകൊണ്ട് തന്നെ അത് മനസ്സിലായിട്ടില്ല. സോ അതേപോലെ തന്നെ അറ്റാക്ക് ഓൺ ടൈറ്റനിൽ എനിക്ക് തോന്നിയൊരിതാണ് എവരി വൺ ഈസ് എ വില്ലൻ ഇൻ സം വൺ എൽസ് സ്റ്റോറി. എറൻ്റെ സ്റ്റോറിയിൽ റെയ്നർ എങ്ങനെ ഒരു വില്ലനാണോ മാർലയിലെ ആൾക്കാർക്കും ഔട്ട്സൈഡ് ദ വാൾസിലുള്ളവർക്കും എറൻ ഒരു വില്ലനാണ്. പക്ഷെ പാരഡൈസിലുള്ളവർക്ക് എറനൊരു ഹീറോ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് AOT എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവിലൂടെ കഥ പറയുന്ന, എല്ലാവർക്കും ആ ലോകത്ത് ഒരു നന്മയും തിന്മയും ഉണ്ടെന്ന് കാണിച്ചു തന്നതുകൊണ്ട് തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ ഒരു മാസ്റ്റർ പീസ് ആവുന്നത്. സോ ഇതൊക്കെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റനെ സ്പെഷ്യലാക്കുന്ന ബേസിക് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതലുണ്ട്, പക്ഷേ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടു തീർത്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത് എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.